ഇൻഫെർട്ടിലിറ്റി ചികിത്സിക്കാൻ പോയാൽ അവരൊന്നുമില്ലെങ്കിൽ IUI പറയും, അല്ലെങ്കിൽ IVF പറയും. ഇതാണ് ആൾക്കാർക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ, ഓക്കെ IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ഡെലിവറി. ഓക്കെ ഇത് എല്ലാവർക്കും അറിയാം, എല്ലാ പേഷ്യൻസിനും ഈ രണ്ട് വാക്കുകൾ അറിയാം. പക്ഷെ അതിന്റെ സത്യം അതല്ല. അതിനിടയിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്താ പറയാ, ഈ പുരുഷവന്ധ്യതയാണ്, അതിൽ നമ്മൾ സെമൻ കൗണ്ട് നോക്കി, അതെ ചിലപ്പോൾ അതിൽ വല്ല ഇൻഫെക്ഷൻ ആയിരിക്കാം. അതിനൊരു കോഴ്സ് ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് സെമൻ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ഫെർദർ ട്രീറ്റ്മെന്റ് വേണ്ടി വരില്ല. ചിലപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റിനുള്ള പ്രശ്നങ്ങളായിരിക്കാം, അതിന് അതിൻ്റെതായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു, ആ ഭാഗം ശരിയായി എന്നുണ്ടെങ്കിൽ വേറെ ഫെർദർ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അതുപോലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ അവര് വണ്ണായിരിക്കും പ്രശ്നം, 3 മാസം വെയിറ്റ് റിഡക്ഷനുള്ള മരുന്ന് കൊടുത്തു, വണ്ണൊക്കെ കുറഞ്ഞു, അവർക്ക് പീരിയഡ്സ് കറക്റ്റായി, ആർത്തവം ഒക്കെ ശരിയായി എന്നുണ്ടെങ്കിൽ അവർക്ക് അതോടെ പ്രശ്നം തോന്നുന്നു. ചിലർക്ക് വെറും അണ്ടോൽപാനം ആണ് പ്രശ്നം ഉണ്ടാവുക. അണ്ടോൽപാനത്തിനുള്ള മരുന്ന് കൊടുത്തു, സ്കാനിങ് ചെയ്തിട്ട് എന്നാ അണ്ടോൽപാനം ഉണ്ടാവണമെന്ന് നോക്കി, അവർക്ക് നമ്മൾ കോണ്ടാക്റ്റിന്റെ സമയം പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതോടെ അവരുടെ പ്രശ്നം തോന്നും. ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട് അസിസ്റ്റഡ് ട്രീറ്റ്മെന്റ് വേണം. അസിസ്റ്റഡ് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ IUIയും ഈ IVF-ഉം. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, അതായത് ബീജം നല്ലോണം കഴുകി വാഷ് ചെയ്തിട്ട് ഗർഭപാത്രത്തിനുള്ള നിശ്ചയം. IVF കുറച്ചും കൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അതായത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് അണ്ടവും പുറത്തേക്ക് എടുക്കുക, പുറത്ത് വെച്ചിട്ട് അണ്ടവും പുരുഷ ബീജവും കൂടി യോജിപ്പിച്ചിട്ട് അത് വളർന്ന ഭ്രൂണാകുമ്പോൾ എടുത്തിട്ട് ഗർഭപാത്രത്തിനുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ഇതൊക്കെ വളരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കേ വേണം. പക്ഷെ ഒരു ചികിത്സിക്കുന്ന സ്ഥലത്ത് എല്ലാ സാധനവും അവൈലബിൾ ആയിരിക്കുന്നത് നല്ലത്, സിംഗിൾ അംബ്രൽ. അപ്പോൾ പിന്നെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമുക്ക് എല്ലാ ട്രീറ്റ്മെന്റും അവിടെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗൈനക്കോളജിസ്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല, മിക്കവാറും ഇത്തരമുള്ള പേഷ്യൻസിനെ സാധാരണ ഗൈനക്കോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ മാതിരി അണ്ടോൽപാനത്തിനുള്ള മരുന്ന് കൊടുക്കുക, അതെല്ലാം സാധാരണ ഗൈനക്കോളജിസ്റ്റിന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി IUI IVF ആണ് എന്നുള്ളത് അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പല കാര്യങ്ങളിലും ഈ ട്രീറ്റ്മെന്റ് ഉള്ളത്.